കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. PR ഏജൻസിൻ്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിങ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിലിപ്പോൾ നമ്മൾ വേറെ എന്ത് പറയാൻ, ഹിന്ദു നുണ പറഞ്ഞു എന്ന് വേണം കരുതാൻ. അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച? മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു. അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ്. ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയ റീല്, ഇന്നലത്തെ CD അതായിരുന്നു. അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി. ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായി BJP RSS കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ട്. സഖാവിൻ്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി, ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെ തുറന്നു കാണിക്കാൻ അതിനുശേഷം നിങ്ങൾ എത്ര പേര് തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ആ വാദം പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്ത CD എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക.